ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു മൈ ഡ്രീം ആളോട്ടി. ഇന്ന് നമ്മളുടെ വീഡിയോയിൽ ഇൻവിസിബിൾ സിബ് എങ്ങനെ വെക്കാം എന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. ഞാൻ യൂട്യൂബ് നോക്കിയാണ് കേട്ടോ തയ്യലിൻ്റെയും മെഷീൻ്റെയും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പഠിച്ചിരിക്കുന്നത് യൂട്യൂബ് നോക്കിയാണ്. അങ്ങനെ യൂട്യൂബ് നോക്കി പഠിച്ചതാണ് കേട്ടോ ഈ ഇൻവിസിബിൾ സിബ് എങ്ങനെ വെക്കാം എന്നുള്ളതും. അപ്പോൾ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാ ഐഡിയയും കൂടെ കൂട്ടിച്ചേർത്താണ് കേട്ടോ ഞാൻ ഇപ്പോൾ സിബ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ വെള്ള തുണിക്കകത്ത് ഈ ബ്ലാക്ക് സിബാണ് കേട്ടോ ഞാൻ വെക്കാൻ പോകുന്നത്. കാരണം കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഏത് തുണിയിലാണോ നമ്മൾ സിബ് വയ്ക്കേണ്ടത് അതിൻ്റെ കറക്റ്റ് നടുഭാഗം കണ്ടെത്തുക. ആ നടുഭാഗത്ത് ഒരു മാർക്ക് കൊടുത്തേക്കുക. ഇങ്ങനെ നടുഭാഗം നമ്മൾ മാർക്ക് ചെയ്തിട്ട് അത് നേരെ സ്ട്രെയിറ്റ് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുക. സെപ്പറേറ്റ് ആണെങ്കിൽ നമുക്ക് ഈ കഷ്ണമായിട്ട് തന്നെ കിട്ടും. അല്ലെങ്കിൽ നമ്മളിവിടെ ജസ്റ്റ് ആ എവിടെയാണ് അളവ് ആ അളവ് വെച്ച് തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 4 ഇഞ്ച് ഇപ്പുറം മാറ്റി ഈ സൈഡിൽ ഒരു വര വയ്ക്കുക. അതുപോലെ തന്നെ അപ്പുറ സൈഡിലും ഒരു 4 ഇഞ്ച് വരച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ 3 വരയാണ് വരച്ചേക്കുന്നത്. ഇനി സിബ് എടുക്കുക. ഇങ്ങനെ കാണുന്ന സിബ് നേരെ താഴത്തോട്ട് തുറക്കുക. തുറന്നതിന് ശേഷം അപ്പോൾ ഇങ്ങനെയല്ലേ വരുന്നത്, അത് നമ്മളിത് ഇങ്ങനെ തിരിച്ച് വെച്ച് വേണം അടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ 3 വര വരച്ചിട്ടുള്ളത് ഇവിടെയാണ്. അതിൽ നടുക്കത്തെ വരയിലേക്ക് നമ്മൾ സൂചി കുത്തി വയ്ക്കണം. നമ്മൾ ഫസ്റ്റ് സൂചി കുത്തി വയ്ക്കണ്ടേ. എന്നിട്ട് സിബ് ഇങ്ങനെ തുറന്നതിന് ശേഷം ഇങ്ങനെ തന്നെ ഇരുന്നോണം. അത് നേരെ തുറന്ന് വെച്ചതിന് ശേഷം തുറന്ന് വയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വേണ്ടത്. അത് നേരെ മറിച്ചിടുക. തിരിച്ചിടേ സിബ് ഇങ്ങനെ മറിച്ചിടുക. ഇങ്ങനെ ഇവിടെയാണ് സിബിൻ്റെ ഭാഗം വരുന്നത്. നമ്മൾ ആ സിബില്ലാത്ത ഭാഗം വേണം നടുക്കത്തെ ആ വരയിൽ അടിക്കാൻ. നേരെ പൊക്കുക. അവിടെ ഈ ലോക്ക് വരുന്നില്ലേ, ആ ലോക്ക് വരുന്ന ഭാഗം നമ്മൾ ആ തുണിയുടെ കറക്റ്റ് മേളിൽ വെക്കുകയാണെങ്കിൽ അളവ് തെറ്റാതിരുന്നോളൂ. അപ്പോൾ ഞാനിപ്പോൾ അതങ്ങനെ വെച്ചിട്ടുണ്ട്. ചെരിഞ്ഞ് വളഞ്ഞൊന്നും പാടിരുന്നോളൂ. ഇനി ചെയ്യേണ്ടത് നേരെ നമ്മൾ അടിച്ചു പോകണം കേട്ടോ. നടുക്കത്തെ വര ശ്രദ്ധിക്കേണ്ടത്. നടുക്കത്തെ വരയിൽ ഒരു ചെറിയ ഗ്യാപ്പ് നമ്മളിട്ടിട്ട് ഇങ്ങനെ തന്നെ തിരിച്ച് ആ ലോക്ക് വരുന്ന ഭാഗം ശ്രദ്ധിക്കേണ്ടത്. ആ ഒപ്പം തന്നെ വരണം കേട്ടോ, അല്ലെങ്കിൽ കയറി ഇറങ്ങി പോസിബിൾ. അപ്പോൾ ലോക്ക് നമ്മുടെ തുണിയുടെ തുമ്പിൽ കൊണ്ടുപോയി നമ്മൾ ലോക്ക് ചെയ്യുന്ന സാധനം വയ്ക്കണം. അതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് ആ നടുക്ക് ഇപ്പോൾ എവിടെയാണ് അടിച്ച് അതിൽ ചെറിയൊരു നേരിയ നമുക്കിത് വിടർത്തി മാറ്റിയെടുക്കണം. വെട്ടിയെടുക്കാൻ പാകത്തിനുള്ളൊരു ഗ്യാപ്പ് ഇട്ട് കറക്റ്റായിട്ട് സിബ് വെച്ചിട്ട് അടിക്കുക. വലിച്ചടിക്കണം. കറക്റ്റായിട്ട് ഒരേ ലൈനിൽ പോകണം, അല്ലെങ്കിൽ സിബിന് ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ വലിച്ച് നല്ലോണം പിടിച്ചിട്ട് കൂടി ചേർന്ന് പോകരുത്. 2 സിബും കൂടെ ഒന്നിച്ച് കൂടി ചേർന്ന് പോകരുത്. ഇത് കണ്ടോ, ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് അടിച്ചിടണം. അപ്പം നമ്മളിത് ഒരു വശം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ സിബുള്ള ഭാഗത്ത് അടിക്കണമെങ്കിൽ നമ്മൾ ഫൂട്ട് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സിബിൻ്റെ ഫൂട്ട് എടുത്തിട്ട് നമ്മളത് ചേഞ്ച് ചെയ്യണം. ഇതാണ് സിബിൻ്റെ ഫൂട്ട്. അപ്പോൾ അത് മാറ്റാം കേട്ടോ. സാധാ സിബ് ഫൂട്ട് മാറ്റിയിട്ട് നമ്മൾ സിബിൻ്റെ ഫൂട്ട് വയ്ക്കണം. അത് വെച്ചടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ലോണം നമ്മൾ ചേർത്ത് വെച്ച് വേണം അടിക്കാൻ. അപ്പോഴാണ് ഇൻവിസിബിൾ സിബ് കറക്റ്റായിട്ട് വരുള്ളൂ. നന്നായിട്ട് ചേർത്തടിക്കണം കേട്ടോ. അകത്തി വേണം അടിക്കാൻ. സിബിലേക്ക് കയറി പോകരുത് കേട്ടോ. ഒരു വശം അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അടിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ്
അടിച്ച് കഴിയുമ്പോൾ ഇരിക്കും. നമ്മൾ വരച്ച വരയിൽ ആ വര നമ്മൾ കട്ട് ചെയ്യണം. കറക്റ്റായിട്ട് സൂക്ഷിച്ച് കട്ട് ചെയ്യണം. സിബ് തയ്ച്ചേക്കണത് പോവാതെ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം. ഇനി നമ്മൾ വേറെ ഒന്നും ചെയ്യാനില്ല. അതെ, മുറിച്ച് കഴിഞ്ഞാൽ നേരെ നമുക്ക് സിബിടാം. ലൈനിങ് ഇട്ട് അടിക്കുന്ന ഡ്രസ്സാണെങ്കിൽ നമ്മൾ ആദ്യം വരച്ച 3 വരയിൽ കൂടെ ആദ്യമേ തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അതിന് ശേഷം വേണം നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോഴാണ് കറക്റ്റായിട്ട് ലൈനിങ്ങും ഈ സിബും കൂടെ അറ്റാച്ച് ചെയ്ത് ഇൻവിസിബിളായിട്ട് കറക്റ്റ് നല്ല ഭംഗിക്ക് ഇരുന്നു. നമ്മൾ തയ്ച്ച രീതിക്ക് മാളുവിൻ്റെ ഒരു ഉടുപ്പിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഇൻവിസിബിൾ സിബാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനത് തുറന്നടച്ച് കാണിച്ചു തരാം. അത് തുറന്നിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ നമുക്ക് ഒട്ടും അറിയില്ലാത്ത രീതിയിൽ തന്നെ ആ മോഡലിൽ തയ്ക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.